അല്ലാ അർഷാബാത്തുന്റെ കല്യാണം കഴിഞ്ഞോ? എന്ത് രസാ കാണാനേ. അമ്മ ഇങ്ങോട്ട് നോക്കി, അമ്മ ഇങ്ങോട്ട് നോക്കി. ആ അർഷാബാത്ത് പറഞ്ഞ കുട്ടില്ലേ, അതിന്റെ കല്യാണം കഴിഞ്ഞു. എന്ത് രസം കാണാനേന്നറിയോ? ഒന്നുമില്ല, സ്വർണ്ണല്ല, മൈലാഞ്ചില്ല, മുല്ലപ്പൂവും കൂടി ഇല്ല, എന്നിട്ട് എന്ത് രസാ. എനിക്ക് ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കല്യാണം മതിട്ടമ്മ. എവിടക്കാ ജി തുള്ളിച്ചാടി വരുന്നേ? ഇങ്ങോട്ട് കാട്ടിയാ ഞാനൊന്ന് നോക്കട്ടെ. കല്യാണപ്പെണ്ണാണോ എത്താത്? ഇവളെ കല്യാണം കഴിഞ്ഞു പറഞ്ഞാ ജി തുള്ളണേ? ഇവളെ പുതിയണ്ണ് തെത്ത. അവളെ മേത്തൊരു മീനിങ്ങും കൂടി ഇല്ലല്ലോ. ഒരു മൈലാഞ്ചോളെ കജുമ തൊടിയിപ്പിച്ചിട്ടില്ല, ഒരു മുല്ലപ്പൂ അവള് ചൂടിയിട്ടില്ല, എന്നിട്ട് ഇവളാ കല്യാണ പെണ്ണ്. അല്ല, ഓളമ്മിപ്പൊക്കെ കൂടി നടത്തി കൊടുക്കുന്ന കല്യാണം തന്നെ അത്. എന്നിട്ട് അയിറ്റാക്കും ഒരു വിവരം ഇല്ലാതായി പോയല്ലോ. സ്വന്തം മക്കൾ എങ്ങനെ കെട്ടിച്ചു കൂടേണ്ടി ഒരു പെരീക്ക്? ആ ചെറുക്കന്റെ വീട്ടിലെങ്കിലും നാണം കടാതെക്കാൻ എന്തെങ്കിലും ഒരു പൊന്നെങ്കിലും വാങ്ങിട്ട് കൊടുത്തുകൂടേനോ? ഇതാപ്പ കഥ. നാട്ടാരെയും വീട്ടുകാരെയും മുന്നിൽ നാണം കെട്ടൂന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇജ്ജെങ്ങാനും ഇതേമാതിരി കല്യാണം മതി എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടി നടക്കാൻ നിൽക്കണ്ട. ഈ പേരെ അങ്ങോട്ട് വിറ്റിട്ടാണെങ്കിലും ഞങ്ങൾ മാന്യ മര്യാദയ്ക്ക് എന്നെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിടും. അല്ലാ, ഓരോന്നും കൊണ്ടാണ് വന്നോളൂ. കൊണ്ടേക്കോളെ ഫോണെ. നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ ഈ ലോകത്തിലോടത്തോളം കാലം സ്ത്രീധനത്തിനൊന്നും ഒരു കുറവും വരാൻ പോണില്ല. പെണ്ണുങ്ങളെ ശാപം പറയുന്നത് വെറുതെ അല്ല.